ഹലോ, അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് 1:24 സ്കെയിൽ വരുന്ന FMS ബ്രാൻഡിൻ്റെ K5 ബ്ലേസർ ജസ്റ്റ് അൺബോക്സ് ചെയ്യാം. ജസ്റ്റ് തുറന്നതിനകത്ത് വേറെയും ബോക്സ് ഉണ്ട്. ജസ്റ്റ് ഐറ്റം പുറത്തെടുക്കാം. ഇതിനകത്തൊരു മാനുവൽ വരുന്നുണ്ട്. ഇതിൻ്റെ എല്ലാ പാർട്സ് കാര്യങ്ങളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ചൈനീസിലും അതുപോലെ തന്നെ ഇംഗ്ലീഷിലും വരുന്നുണ്ട്. എല്ലാം ഡീറ്റെയിലിംഗ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഐറ്റം കിഡോ ഐറ്റം FCX ബ്രാൻഡിൻ്റെ 1:24 സ്കെയിൽ വരുന്ന FCX 24 എന്ന് പറഞ്ഞ K5 ബ്ലേസർ ഇതാണ് ഐറ്റം. ബോക്സിനകത്ത് എന്തൊക്കെയാണ് വരുന്നത് നോക്കാം. ഒരു പാക്കേജ് ഉണ്ട്, പിന്നെ റിമോട്ട്, പിന്നെ ഈ കാർ. ഇത്രയായിട്ടാണ് ഈ ബോക്സിനകത്ത് വരുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യം ഈ പാക്കേജിനകത്ത് ഇതിൻ്റെ നമ്പർ പ്ലേറ്റ് ബാക്കി കാര്യങ്ങളാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിൽ ട്രക്ക് ആക്കാം. അപ്പോൾ അതിനുള്ള ടൂൾസ്, പിന്നെ അതുപോലെ തന്നെ ഗാർഡ് എല്ലാം ആണ്. പിന്നെ ചാർജറിൻ്റെ ബാറ്ററി ചാർജറും അതിനകത്ത് വരുന്നത്. പിന്നെ ഇതിൻ്റെ റിമോട്ട് ഒരു രക്ഷയില്ല. സ്റ്റിയറിംഗ് ഒക്കെ ഭയങ്കര സോഫ്റ്റ് ഒക്കെ ചെയ്തിട്ടുള്ള അടിപൊളി. അത്യാവശ്യം കൺട്രോൾസ് എല്ലാം വരുന്നുണ്ട് ഇതിനകത്ത്. അതിനുള്ള ഒരുപാട് സ്വിച്ചസ് കാര്യങ്ങളൊക്കെ ഉണ്ട്, ഓൺ ഓഫ്. പിന്നെ ഇതാണ് ഇതിൻ്റെ ബാറ്ററി കമ്പാർട്ട്മെൻറ്റ്. ഇതിനകത്ത് 4 AAA ബാറ്ററിയാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്തിട്ടില്ല, അതെല്ലാം സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഓണാക്കണം. അപ്പം ഇതിൻ്റെ റിമോട്ട് തന്നെ ഒരു രക്ഷയില്ല. അപ്പോൾ നമുക്ക് വണ്ടി നോക്കാം. ഇതിനകത്ത് ഒരു സ്പോഞ്ചെല്ലാം വെച്ച് സെറ്റ് ചെയ്തിട്ടാണ് അയച്ചിട്ടുള്ളത്. നല്ല സ്മൂത്ത് സസ്പെൻഷൻ. അപ്പോൾ സസ്പെൻഷനൊന്നും കംപ്ലൈൻറ്റ് വരാതിരിക്കാനായിരിക്കും. ഇതിന് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്, പക്ഷേ എല്ലാം ഒന്നും എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഇപ്പോൾ അറിയില്ല. നമ്മൾ പയ്യെ എല്ലാം പഠിച്ചിട്ട് നമ്മൾ ചെയ്യും. അപ്പോൾ അറിയാവുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു തരാമെന്ന് വെച്ചു. ഇതിൻ്റെ ടയർ ഒരു രക്ഷയില്ല. നല്ല സ്മൂത്ത് ടയർ, ഭയങ്കര സ്പോഞ്ച് പോലെയാണ്. എന്താണെന്ന് അയച്ചു നോക്കാൻ ഭയങ്കര ത്വരയുണ്ട്. പയ്യെ അതെല്ലാം ചെയ്യാമെന്നാണ്. ഓക്കെ, അതിനൊക്കെ വീഡിയോ നമ്മൾ പിന്നെ വരും. പിന്നെ അങ്ങനെയാണല്ലോ, എന്ത് കിട്ടിയാലും അതിൻ്റെ പാർട്സ് ചെയ്യണം. വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷയില്ല. ഷവർലയുടെ ലോഗോ, പിന്നെ അതുപോലെ തന്നെ നമ്പർ പ്ലേറ്റ്, ഇതെല്ലാം ടെക്സാസ് നമ്പർ പ്ലേറ്റിൻ്റെ രജിസ്ട്രേഷൻ അങ്ങനെയൊക്കെയാണ്. പിന്നെ ഇതിൻ്റെ സൈഡ് മിററൊക്കെ അടിപൊളി സൈഡ് മിറർ തന്നെയാണ് വരുന്നത്. പിന്നെ ബാക്കിലും ഷവർലൈറ്റ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ലൈറ്റ് ഉണ്ട്, ഫ്രണ്ടിലെ ലൈറ്റ് ഫങ്ഷനിങ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കിത് ബാറ്ററി എല്ലാം ചെക്ക് ചെയ്യണമെങ്കിൽ ഇത് അയച്ച് നോക്കണം. ഈ ഒരു 4 ലോക്ക് ഉണ്ട് ഇവിടെ. അത് അയച്ചു കഴിഞ്ഞ് കഴിഞ്ഞാലാണ് നമുക്ക് ഐറ്റം കയ്യിൽ കിട്ടുന്നത്. നമുക്ക് ജസ്റ്റ് അയക്കാം. ഇച്ചിരി പണിയാണ് ഊരാൻ. പുതിയതല്ലേ, നമ്മൾ റിസ്ക് എടുക്കുന്നില്ല, പയ്യെ എടുക്കാം. അപ്പോൾ ഓക്കെ, തുറന്ന് കിട്ടിയിട്ടുണ്ട്. ജസ്റ്റ് തുറക്കാം. ഇതിമെന്ന് ബോർഡിലോട്ട് ലൈറ്റിൻ്റെ കണക്ഷൻസ് പോകുന്നുണ്ട്. ഒരുപാട് ഐറ്റംസ് ഉണ്ട്. നമ്മൾ ജസ്റ്റ് ഡിസ്കണക്ട് ചെയ്യാം, നല്ല ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റുള്ളൂ. മാറ്റി വെക്കാം. ഇനി ഇതിൻ്റെ ബോഡി, ഇതിനകത്ത് മോട്ടർ, അതുപോലെ തന്നെ ഇതിൻ്റെ റിസീവർ കാര്യങ്ങൾ, റിമോട്ടിൻ്റെ. പിന്നെ സസ്പെൻഷൻ ഒരു രക്ഷയില്ല, ഭയങ്കര സ്മൂത്ത് സസ്പെൻഷനാണ്. ഇതിനകത്താണ് ബാറ്ററി വരുന്നത്. അതിന് 2 പോർട്ടുണ്ട്, ഒന്ന് ചാർജ് ചെയ്യാനും ഒന്ന് ഇതിലോട്ട് കണക്ട് ചെയ്യാനും. ഇനി ഫ്രണ്ടിലുള്ളതാണ് ഇതിൻ്റെ സ്വിച്ച്, ഏറ്റവും ഫ്രണ്ടിലുള്ളത്. അപ്പോൾ ഓക്കെ, ഇതിൻ്റെ ബോഡിയാണ് അടിപൊളിയാണ്. ഇത് ഡീറ്റെയിൽഡ് എല്ലാം ജസ്റ്റ് ഒന്ന് തുറന്നു നോക്കാം. ഇതാണ് ഇതിൻ്റെ ബാറ്ററി വരുന്നത്. 2S ലിപ്പോ ബാറ്ററിയാണ്, 7.4 വോൾട്ടിൻ്റെ. ഇതിൽ വലിയത് ചാർജിങ്ങിനും, ചെറുത് നമ്മൾ വണ്ടിയിലോട്ട് കണക്ട് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ആദ്യം നമുക്കിത് ചാർജ് ചെയ്യണം, എന്നിട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഈ പാക്കിനകത്ത് എന്താ വരുന്നത് നോക്കാം. ഇതിനകത്ത് ഫസ്റ്റ് ഇത് നമ്പർ പ്ലേറ്റിൻ്റെ ആണ്. പിന്നെ അതുപോലെ തന്നെ പറഞ്ഞില്ലേ ഗാർഡ് ഫിറ്റ് ചെയ്യാൻ ഓരോരോ സ്റ്റാൻഡ് ഉണ്ട്. അങ്ങനെ അതിൻ്റെ ഓരോരോ പോർഷൻസാണ് ഈ കാണുന്നത്. ഇനിയും ഇതിൻ്റെ പോർഷൻസാണ്. ഇതാണ് ഇതിൻ്റെ ചാർജറും, അതുപോലെ തന്നെ ഇതിൻ്റെ ടൂൾഡ്, നമ്മൾ ടയർ അങ്ങനത്തെ എല്ലാം കഴിക്കുന്ന ടൂളുണ്ട്. പിന്നെ ഒരു ലൈറ്റ്, ഒരു സിമുലേഷൻ പോലെയാണ്. നമുക്കിതിനകത്ത് സെറ്റ് ചെയ്യാൻ പറ്റും തോന്നുന്നു. നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാനേ പർച്ചേസ് ചെയ്യണം എക്സ്ട്രാ. പിന്നെ ഇതിനകത്ത് എനിക്ക് തോന്നുന്നത് ഗാർഡെല്ലാം ഫിറ്റ് ചെയ്യാനുള്ള സ്ക്രൂ ആണെന്ന് തോന്നുന്നു. എല്ലാം നമുക്ക് പിന്നെ പയ്യെ സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ജസ്റ്റ് മാറ്റി വെക്കാം. ഇനി റിമോട്ട് സെറ്റ്. ഓക്കെ, റിമോട്ട് ഓൺ ചെയ്യാം. ഓൺ ആയിട്ടുണ്ട് റിമോട്ട്. വണ്ടി സെറ്റ് ചെയ്യാം. വണ്ടിയിലോട്ട് പയ്യെ ബാറ്ററി വെക്കാം.
ബാറ്ററി ഇതിനകത്ത് ബാറ്ററി കണക്ട് ചെയ്യുന്ന പോയിൻ്റ് ഉണ്ട്, അതിലോട്ട് ഡയറക്റ്റ് കണക്ട് ചെയ്താൽ മതി. തിരിച്ച് വെച്ചിട്ട് സെറ്റ് ചെയ്യാം. ഓക്കെ, ഓക്കെ ഡൺ. ഇത് നല്ല സൂക്ഷിച്ച് ചെയ്യണം, അല്ലെങ്കിൽ പണി കിട്ടും. ഇനി ഇതിനൊരു റബ്ബർ ബെൽറ്റ് ഉണ്ട് ബാറ്ററിക്ക്, ജസ്റ്റ് അതൊന്ന് സെറ്റ് ചെയ്യാം. ഓക്കെ, പിന്നെ ഇവിടെയാണ് ഇതിൻ്റെ ഓൺ സ്വിച്ച് വരുന്നത്. ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം, വണ്ടി കണക്ട് ചെയ്യുന്നതിൻ്റെ മുന്നേ. ഇതിൻ്റെ ഉള്ളിലാണ് വരുന്നത്, ജസ്റ്റ് ഒന്ന് സൈഡിലോട്ട് നീക്കുന്നത്. ഓക്കെ, ജസ്റ്റ് ഓൺ ആയിട്ടുണ്ട്. ഓക്കെ ആണെന്ന് തോന്നുന്നു. പക്ഷേ ഇതൊരു ഭയങ്കര റിസ്ക്കി ആയിട്ടുള്ള സ്പോട്ടിൽ കൊണ്ടുപോയെടുത്ത പോലെ ഉണ്ട് ഇതിൻ്റെ സ്വിച്ച്. ഓക്കെ, ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്, അപ്പോൾ അതിനർത്ഥം അത് ഓണാണെന്നാണ്. പിന്നെ നമുക്ക് ബാക്കി നോക്കാം. ജസ്റ്റ് ഇനി ഇതിൻ്റെ ബോർഡ് ഇതിലോട്ട് സെറ്റ് ചെയ്യാം. അപ്പോൾ അതിന് ലൈറ്റിൻ്റെ ഒരു നോബുണ്ട്, ജസ്റ്റ് വെച്ചിട്ട് നേരത്തെ എടുത്ത് അതേ ക്ലിപ്പിലോട്ടൊന്ന് പ്രസ് ചെയ്താൽ മതി. പ്രസ് ചെയ്യുമ്പോൾ നോക്കി പ്രസ് ചെയ്യണം, നേരത്തെ പറഞ്ഞ പോലെ പണി കിട്ടണ്ട. അത് ഇതിൻ്റെ സാധനങ്ങളൊക്കെ കിട്ടാനേ നല്ല പണിയാണ്. കണ്ടോ, ഇതിനകത്തൂടെ സ്വിച്ച് ഇടണം, അപ്പോൾ ഭയങ്കര റിസ്ക്കാണ് ഇതിൻ്റെ സ്വിച്ച് ഇടാൻ. അപ്പോൾ ഓക്കെ, നമ്മളങ്ങനെ ഐറ്റം ഓൺ ആക്കിയിട്ടുണ്ട്. ബാറ്ററി റിമോട്ട് കണക്ട് ചെയ്തു. ഓക്കെ, ഊഫ്, ഇതിൻ്റെ സൗണ്ട് ഉണ്ടല്ലോ, ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ ലോ മോഡ് ഭയങ്കര ഗ്രിപ്പാട്ടോ. അതിൽ ചുമരിലോട്ടൊക്കെ ചുമ്മാ കയറുന്നുണ്ട്. ഇതിന് 2 സ്പീഡ് വരുന്നുണ്ട്, ഒന്ന് ലോ സ്പീഡും ഒന്ന് ഹൈ സ്പീഡും. ഇതിൻ്റെ ഇടയിൽ ഒരു ന്യൂട്രും ഉണ്ട്. അപ്പം ചുമ്മാ നമ്മൾ വെച്ച് പ്രസ് ചെയ്താലൊന്നും വണ്ടി മുന്നോട്ടും ബാക്കോട്ടും പോവില്ല. ന്യൂട്രൽ ഇട്ടാൽ മാത്രമാണ് നമ്മൾ ഫ്രീ ആയിട്ട് ഇത് മൂവ് ആവുള്ളൂ. ഇത് ഒരു ലോക്ക് ഉണ്ട് ഇതിന്, അപ്പോൾ അത് കാരണമാണ്. ഓഹ് കിടു. ഞാൻ ചുമ്മാ ചുമരിലോട്ടൊന്ന് കയറ്റി നോക്കിയാണ്. ഓ, സ്പൈഡർമാനാണ്. നല്ല ഗ്രിപ്പുണ്ട് ടയറിന്, അത്യാവശ്യം നല്ല അടിപൊളി ഗ്രിപ്പുണ്ട്. അതുകൊണ്ട് തന്നെ അത്ര വലിയ പ്രശ്നമല്ല, നമുക്ക് എങ്ങനെയാണേലും അത് ക്യാച്ച് ചെയ്ത് കയറിപ്പോയിക്കോളും. ഇത് ഞാൻ ജസ്റ്റ് ഇവിടെ എല്ലാം സെറ്റ് ചെയ്തിട്ട് എങ്ങനെയാണ് ഇതിൻ്റെ മൂവ്മെൻ്റ് ഒക്കെ നോക്കിയതാണ്. എത്ര ഹൈറ്റ് വരെ കയറും എങ്ങനെയൊക്കെയാണെന്നുള്ളത് ടെസ്റ്റ് ചെയ്താണ്. ഇപ്പോൾ ചുമ്മാ നമ്മുടെ നിർത്തിയാലോ തിരിച്ചിറങ്ങുന്നില്ല, കാരണം അതിന് ഓൾറെഡി ഒരു ലോക്ക് ഉണ്ട്. നമ്മൾ റിമോട്ട് കൊടുക്കുന്നതനുസരിച്ച് മാത്രമേ തിരിച്ചിറങ്ങുള്ളൂ. അത് നമ്മൾ ആ ന്യൂട്രൽ സ്വിച്ച് ഓൺ ആയാൽ മാത്രമേ ആ വീല് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യുള്ളൂ. നമ്മളിത് എത്ര വരെ ഇത് താങ്ങുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇത് ചുമ്മാ വെച്ചിട്ടുള്ളൂ ഉണ്ടോ, അതവിടെ നല്ല സെറ്റായിട്ട് നിൽക്കുന്നുണ്ട്. ഒന്നുകിൽ വണ്ടിയുടെ വെയിറ്റ് കൊണ്ട് പിറകോട്ട് മറിയല്ലാതെ ഇത് റിവേഴ്സ് പോരില്ല, എത്ര വേണേലും അത് കയറി പൊക്കോളും. അതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. വെച്ച് ഇനിയും ഒരുപാട് പരീക്ഷണങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇനിയും കൂടുതൽ വീഡിയോസായിട്ട് നമ്മൾ വരാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നമ്മളെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഓക്കെ, ബൈ.